നാല് ടൈപ്പ് കസ്റ്റമേഴ്സിന്റെ അടുത്ത് സമയം നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മുടെ പ്രോഡക്റ്റ് ആൻഡ് സർവീസ് എന്തോ ആയിക്കോട്ടെ അത് അഫോർഡബിൾ അല്ലാത്ത ഒരാൾ, അതായത് അയാളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു പ്രോഡക്റ്റും ഒരു സർവീസും നമ്മളെ കമ്പനിക്ക് കൊടുക്കാനില്ല. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തിന്റെ അടുത്ത് എന്ത് ചെയ്യരുത്, കൂടുതൽ സമയം നഷ്ടപ്പെടുത്തരുത്. രണ്ടാമത്തത്, നമ്മളെ പ്രോഡക്റ്റിന് ഏർജൻസി ഇല്ല, അയാൾക്ക് അതിന്റെ വാങ്ങിക്കൽ ഇപ്പൊ അത്യാവശ്യമില്ല, വല്ലപ്പോഴൊക്കെ വേണ്ടതാണ്, ഒരു വർഷം കഴിഞ്ഞിട്ട് വേണ്ടതായിരിക്കും. എന്നാൽ അതിന്റെ ആലോചനകൾ അയാൾ ഇപ്പോഴേ എന്ത് ചെയ്താണ് തുടങ്ങിയത്, അല്ലെങ്കിൽ അയാൾ ഒരു ജസ്റ്റ് എന്ത് ചെയ്താണ് ഒരു ഇൻട്രസ്റ്റിന് വേണ്ടി കോൾ ചെയ്താണ്, അയാൾക്ക് വേണ്ട ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാം. വെറുതെ അയാളെ ശല്യപ്പെടുത്താൻ, അയാളുടെ അടുത്ത് കൂടുതൽ സമയം ചെലവഴിക്കാനോ നമ്മൾ നിൽക്കരുത്. അയാൾക്ക് ആവശ്യമായ ഇൻഫർമേഷൻസ് വളരെ നല്ല രീതിയിൽ വീണ്ടും അയാൾക്ക് കണക്ട് ചെയ്യാവുന്ന രീതിയിൽ പ്രൊവൈഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, വിട്ടു നിൽക്കുക. പിന്നീട് വളരെ മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ഇന്റർവെല്ലിൽ മാത്രമേ നമ്മൾ അയാളുടെ ഫോളോ അപ്പ് ചെയ്യാൻ പാടുള്ളൂ. വെറുതെ സമയം എന്ത് ചെയ്യരുത്, കളയരുത്. മൂന്നാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ട് ഡിസിഷൻ അതോറിറ്റി ഇല്ലാത്ത കുറെ ആൾക്കാരുണ്ട്. അവർ വിളിക്കും, അന്വേഷിക്കും, പക്ഷെ തീരുമാനം എടുക്കാൻ അവർക്ക് എന്തില്ല, അവകാശമില്ല, അല്ലെങ്കിൽ അതിന് കഴിവില്ല. ഒന്നുകിൽ പിന്നെ അവരുടെ ഫാമിലിയിൽപ്പെട്ട് വേറെ ആരെങ്കിലും ഇരിക്കുക, അതല്ലെങ്കിൽ അവരുടെ കമ്പനിയിലുള്ള ഹയർ അതോറിറ്റീസ് ആയിരിക്കുക. ഇപ്പൊ ഡിസിഷൻ മേക്കർ അല്ല ഇയാൾ, അല്ലെങ്കിൽ അതിനുള്ള അതോറിറ്റി ആയിട്ടില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ കൂടുതൽ സമയം എന്ത് ചെയ്യരുത്, അയാൾക്ക് വേണ്ടി ചെലവഴിക്കരുത്. ഒന്നുകിൽ ഹയർ അതോറിറ്റീസിലേക്ക് എത്താൻ നമുക്ക് എന്ത് ചെയ്യണം, കഴിയണം, അല്ലെങ്കിൽ അയാളെ കൊണ്ട് നമ്മളെ അവിടെ എന്ത് ചെയ്യണം, എത്തിപ്പിക്കണം. ക്ലിയർ? നാലാമത്തത്, നമ്മുടെ സർവീസ് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് അത് ഉപയോഗിക്കാൻ സമയമില്ലാത്ത ആളാണെങ്കിൽ പരമാവധി നിങ്ങൾ അയാൾക്ക് വിൽപ്പന നടത്തരുത്. കാരണം അയാൾക്ക് ഒരിക്കലും നമ്മുടെ പ്രോഡക്റ്റിൽ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ എന്താവില്ല, കഴിയില്ല. അത് കഴിയാത്തടത്തോളം കാലം ഒരുപാട് നെഗറ്റീവ് ക്യാമ്പയിൻസ് എന്ത് ചെയ്യും, അതിന്റെ പുറത്ത് എന്ത് ചെയ്യും, ഉണ്ടാകും. കുറെ കംപ്ലൈന്റ്സ് നമ്മൾ അയാൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, കേൾക്കേണ്ടി വരും. ശ്രദ്ധിക്കണേ, 4 പ്രധാനപ്പെട്ട കസ്റ്റമർ ടീമിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അവരുടെ അടുത്ത് സമയം പാഴാകാതിരിക്കാൻ. നിങ്ങൾക്ക് സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയാൻ എന്റെ പേജ് ഫോളോ ചെയ്യുക. ഏത് സമയത്തും എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്, എന്ത് ആവശ്യങ്ങൾക്ക് വേണ്ടി. താങ്ക് യു.